അടുത്ത ആഴ്ച ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷ എഴുതുന്ന നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടിയുള്ള എക്കണോമിക്സിന്റെ അഥവാ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ PYQ റിവിഷൻ ക്ലാസ് ആണ് നമ്മൾ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ് എല്ലാ കൂട്ടുകാരും അവസാനം വരെ നമ്മുടെ ഈ ഒരു ക്ലാസ് കാണാൻ ശ്രമിക്കണം. മാർക്ക് നിങ്ങൾക്ക് ഈ ഒരു എക്കണോമിക്സ് മേഖലയിൽ നിന്ന് ഉറപ്പിക്കാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GST കുറിച്ച് താഴെ പറയുന്നതിൽ തെറ്റ് ഏതാണെന്നുള്ളതാണ്. അപ്പൊ നമുക്ക് നോക്കാം GST കുറിച്ച് താഴെ പറയുന്നതിൽ തെറ്റ് ഏതെന്നുള്ളതാണ്. അപ്പോൾ ഓപ്ഷൻസ് നോക്കി പോവാം. ഫസ്റ്റ് ഓപ്ഷൻസ്, GST കൗൺസിലിൽ എല്ലാ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാരും പ്രധാനമന്ത്രിമാരും ഉൾപ്പെടുന്നു. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലേ? GST കൗൺസിൽ ഒരിക്കലും എന്താണ് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടുന്നില്ല. അപ്പൊ അത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. പരോക്ഷ നികുതി സംബന്ധിച്ച കെൽക്കർ ടാക്സ് ഫോഴ്സ് ആണ് ആദ്യമായി ഇന്ത്യയിൽ രാജ്യവ്യാപക GST എന്ന ആശയം മുന്നോട്ട് വെച്ചു. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. പരോക്ഷ നികുതി സംബന്ധിച്ച കെൽക്കർ ടാക്സ് ഫോഴ്സ് ആദ്യമായി ഇന്ത്യയിൽ രാജ്യവ്യാപക GST എന്ന ആശയം മുന്നോട്ട് വെച്ചു. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് GST കൗൺസിലിന്റെ അധ്യക്ഷൻ. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇപ്പൊ ഇന്ത്യൻ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് GST കൗൺസിലിന്റെ അധ്യക്ഷനായിട്ട് വരുന്നത്. അപ്പൊ ഇവിടെ ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണ്? ഏതാണ് തെറ്റെന്നുള്ളതെന്ന് വെച്ചു. 1ഉം 3ഉമാണ് ഇവിടെ തെറ്റ്. 1ഉം 3ഉം എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടെ തെറ്റായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഓപ്ഷൻ ബി 1ഉം 3ഉം സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റായിട്ടുള്ളത്. രണ്ടാമത്തേത് മാത്രമാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഇനി നമുക്ക് ഇത് കണക്ട് ചെയ്ത് തന്നെ നമുക്ക് GST കുറിച്ച് കുറച്ച് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പോയിന്റ്സ് പഠിക്കാം. GSTയുടെ പൂർണ്ണ രൂപം എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് എന്നുള്ളതാണ്. പരീക്ഷയ്ക്ക് ചോദിക്കാം. GSTയുടെ പൂർണ്ണ രൂപം എന്താണ്? ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ആണ് എന്നാണ് പൂർണ്ണ രൂപം. അഥവാ മലയാളത്തിൽ പറയുവാണെങ്കിൽ ചരക്ക് സേവന നികുതി എന്നാണ്. ചരക്ക് സേവന നികുതി എന്നാണ് വരുന്നത്. നമ്മുടെ ഈ ഒരു GST നടപ്പിലാക്കിയ തീയതി എന്നാണ് പരീക്ഷയ്ക്ക് വെക്കാം. 2017 ജൂലൈ 1 GST നിലവിൽ വന്നത് കേട്ടോ. ജൂലൈ 1 GST ഡേ എന്നൊക്കെ അറിയപ്പെടുന്നതാണ്. ജൂലൈ 1 GST ദിനം എന്നൊക്കെ ദിനം എന്നാണ് ആചരിക്കുന്നത്. ജൂലൈ 1 GST ഡേ പഠിച്ചു വെക്കുക. GST നടപ്പിലാക്കിയ തീയതി അഥവാ നിലവിൽ വന്ന ദിവസം എന്ന് പറഞ്ഞത് 2017 ജൂലൈ 1 ഇനി GST വരാനിടയായ ഭരണഘടനാ ഭേദഗതി ഏതാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. 101 ഭേദഗതി നിയമപ്രകാരമാണ് GST പ്രാബല്യത്തിൽ വന്നത് കേട്ടോ. പഠിച്ചു വെക്കണേ. 101 ഭരണഘടനാ ഭേദഗതി നിയമപ്രകാരമാണ് GST നിലവിൽ വന്നത്. അതായത് 122ാമത്തെ ബില്ലാണ് കേട്ടോ. 101 ഭരണഘടനാ ഭേദഗതി നിയമവും 122ാമത്തെ ബില്ല് പ്രകാരവുമാണ് GST നിലവിൽ വന്നത്. GST എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ആരാണ്? വിജയ് കേൽക്കർ ടാസ്ക് ഫോഴ്സ് ആണ് കേട്ടോ. 2003 അവതരിപ്പിച്ചത് കേട്ടോ. അപ്പൊ അതാണ് നമ്മുടെ ഓപ്ഷൻസ് കണ്ട കേൽക്കർ ടാക്സ് ഫോഴ്സ് എന്ന് കണ്ടത് കേട്ടോ. അപ്പൊ പഠിച്ചു നോക്കണം. GST എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ആരാണ്? വിജയ് കേൽക്കർ ടാസ്ക് ഫോഴ്സ് ആണ്. 2003 അവതരിപ്പിച്ചത്. ഇനി നമ്മുടെ GST കൗൺസിലിന്റെ ചെയർമാൻ എപ്പോഴും കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിയായിരിക്കും കേട്ടോ. പഠിച്ചു നോക്കണേ. GST കൗൺസിലിന്റെ ചെയർമാൻ എപ്പോഴും കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിയാണ്. ആദ്യമായി GST നടപ്പിലാക്കിയ രാജ്യം ഏതാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. ഫ്രാൻസ് ആണ് കേട്ടോ. ഫ്രാൻസ് ആണ്. അപ്പൊ പഠിച്ചു നോക്കണേ. ആദ്യമായി GST നടപ്പിലാക്കിയ രാജ്യം ഫ്രാൻസ് ആണ്. എന്നാൽ ഇന്ത്യ പിന്തുടരുന്ന GST മാതൃക ഏതാണ്? ഡുവൽ GST ആണ്. അഥവാ ഇരട്ട GST മാതൃകയാണ് കേട്ടോ. ഇരട്ട GST മാതൃക അഥവാ ഡുവൽ GST മോഡലാണ് നമ്മുടെ ഇന്ത്യ പിന്തുടരുന്ന GST മാതൃക. അത് ഏത് രാജ്യത്തെ നോക്കിയാണ് പിന്തുടരുന്ന മാതൃക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാനഡയെ നോക്കിയാണ് കേട്ടോ. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാം. ആദ്യമായി GST നടപ്പിലാക്കിയ രാജ്യം ഫ്രാൻസ് ആണെങ്കിൽ ഇന്ത്യ പിന്തുടരുന്ന GST മാതൃക കാനഡയുടെ GST മാതൃകയാണ്. അതായത് കാനഡയാണ് ആദ്യമായിട്ട് ഡുവൽ GST മാതൃക അവതരിപ്പിച്ചത്. അതായത് ഇരട്ട GST മാതൃക അവതരിപ്പിച്ചത്. ആ ഒരു ഇരട്ട മാതൃക കാനഡ നോക്കിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതാണ് ഇന്ത്യ പിന്തുടരുന്ന GST മാതൃക ഡുവൽ GST മാതൃകയാണ്. അത് കാനഡയാണ് ആദ്യമായിട്ട് ഡുവൽ GST മാതൃക കൊണ്ടുവന്നത്. ക്ലിയർ ആണ്? അടുത്ത പോയിന്റ്. ഇന്ത്യയിൽ ആദ്യം GST പാസാക്കിയ സംസ്ഥാനം ആസാമാണ് കേട്ടോ. ആസാമാണ് GST പാസാക്കിയ സംസ്ഥാനം. പഠിച്ചു വെക്കണേ. ഇന്ത്യയിൽ ആദ്യമായിട്ട് GST പാസാക്കിയ സംസ്ഥാനം ആസാമാണ്. അടുത്ത നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് GST കൗൺസിലിനെ കുറിച്ചാണ്. GST കൗൺസിലിന്റെ ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ
ആർട്ടിക്കിൾ 279A ആണ് കേട്ടോ. പരീക്ഷയ്ക്ക് ചോദിക്കാം GST കൗൺസിലുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 279A ആണ് കേട്ടോ. 279A ആണ്. അപ്പോൾ ഈ ഒരു GST കൗൺസിലിന്റെ അധ്യക്ഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ആരാണ്? കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് കേട്ടോ. അപ്പൊ GST കൗൺസിലിന്റെ അധ്യക്ഷൻ ആരാണ്? കേന്ദ്ര ധനകാര്യമന്ത്രിയാണ്. അപ്പൊ ഇപ്പോൾ നിലവിലെ അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? നിർമ്മല സീതാരാമനാണ് കേട്ടോ. പഠിച്ചു നോക്കണേ. അതുപോലെ തന്നെ ഈ GST കൗൺസിലിലെ അംഗങ്ങളായിട്ട് വരുന്നത് കേന്ദ്ര ധനകാര്യ സഹമന്ത്രി, അതോടൊപ്പം തന്നെ കൂടാതെ എല്ലാ സംസ്ഥാനങ്ങളിലെയും ധനമന്ത്രിമാർ അല്ലെങ്കിൽ അവർ നിർദ്ദേശിക്കുന്ന മന്ത്രിമാർ കേട്ടോ. അപ്പൊ കണക്ട് ചെയ്തോണേ. എല്ലാ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരല്ല, എല്ലാ സംസ്ഥാനങ്ങളിലെ ധനകാര്യ വകുപ്പ് മന്ത്രിമാരാണ്. പഠിച്ചു നോക്കണം. കൗൺസിലിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? ഫസ്റ്റ് അധ്യക്ഷൻ കേന്ദ്ര ധനകാര്യ മന്ത്രി, രണ്ടാമത്തെ ആള് കേന്ദ്ര ധനകാര്യ സഹമന്ത്രി കേട്ടോ. കേന്ദ്ര ധനകാര്യ സഹമന്ത്രി കൂടാതെ എല്ലാ സംസ്ഥാനങ്ങളിലെയും ധനകാര്യ മന്ത്രിമാർ അല്ലെങ്കിൽ അവർ നിർദ്ദേശിക്കുന്ന മന്ത്രിമാരുമാണ്. ക്ലിയർ ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ 3 തരത്തിലുള്ള GST ആണ് നിലവിലുള്ളത്. ഇന്ത്യയിൽ 3 തരത്തിലുള്ള GST ആണ് നിലവിലുള്ളത്. ആദ്യത്തെ GST CGST എന്ന് പറയും, സെൻട്രൽ GST. അതായത് അന്തർ സംസ്ഥാന വ്യാപാരങ്ങളിൽ കേന്ദ്ര സർക്കാർ ഈടാക്കുന്ന GST ആണ്. നമുക്കറിയാം CGST എന്ന് പറഞ്ഞാൽ സെൻട്രൽ അല്ലേ? സെൻട്രൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കേന്ദ്ര സർക്കാർ അല്ലേ? അപ്പൊ കേന്ദ്ര സർക്കാർ ഈടാക്കുന്ന GST ആണ് CGST അഥവാ സെൻട്രൽ GST എന്ന് പറയുന്നത്. അടുത്തത് SGST, സ്റ്റേറ്റ് GST. സംസ്ഥാനത്തിനകത്തുള്ള വ്യാപാരങ്ങളിൽ സംസ്ഥാന സർക്കാർ ഈടാക്കുന്നതാണ് SGST. നിങ്ങൾ ഏതെങ്കിലും ഒരു എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ മേടിച്ചു കഴിയുമ്പോൾ, അല്ലെങ്കിൽ വേണ്ട ഒരു മൊബൈൽ മേടിച്ചു കഴിഞ്ഞാൽ പോലും അതിൻ്റെ ഒരു ബില്ലെടുത്ത് നോക്കണം. ബില്ലെടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് കാണാം CGST, SGST, IGST എന്നൊക്കെ കിടക്കുന്ന കാണാം. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ 3 തരത്തിലുള്ള GST ആണ് നിലവിലുള്ളത്. ഏതൊക്കെയാണ്? ഫസ്റ്റ് CGST, സെൻട്രൽ GST, അന്തർ സംസ്ഥാന വ്യാപാരങ്ങളിൽ കേന്ദ്ര സർക്കാർ ഈടാക്കുന്നതാണ് CGST. അടുത്തത് SGST, സ്റ്റേറ്റ് GST. എന്താണ്? സംസ്ഥാനത്തിനകത്തുള്ള വ്യാപാരങ്ങളിൽ സംസ്ഥാന സർക്കാർ ഈടാക്കുന്നതാണ് SGST. ഇനി അടുത്തത് IGST, ഇന്റഗ്രേറ്റഡ് GST. അതായത് ഒരു സംസ്ഥാനത്ത് നിന്നും മറ്റൊരു സംസ്ഥാനത്തേക്ക് നടത്തുന്ന വ്യാപാരങ്ങളിൽ കേന്ദ്ര സർക്കാർ ഈടാക്കുന്നതാണ്. ഇത് പിന്നീട് കേന്ദ്രവും സംസ്ഥാനവും പങ്കിടുന്നു എന്നാണ് പറയുന്നത്. അതാണ് ഇന്റഗ്രേറ്റഡ് GST എന്ന് പറയുന്നത്. IGST എന്താണ്? ഇന്റഗ്രേറ്റഡ് GST. അതായത് ഒരു സംസ്ഥാനത്ത് നിന്നും മറ്റൊരു സംസ്ഥാനത്തേക്ക് നടത്തുന്ന വ്യാപാരങ്ങളിൽ കേന്ദ്ര സർക്കാർ ഈടാക്കുന്നതാണ് IGST എന്ന് പറയുന്നത്. ആ ഈടാക്കുന്ന തുക അത് പിന്നീട് കേന്ദ്രവും സംസ്ഥാനവുമായിട്ട് പങ്കിടുന്നു എന്നും ഈ ഒരു IGST പ്രകാരം വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇന്ത്യയിൽ 3 തരത്തിലുള്ള GST ആണ് നിലവിലുള്ളത്. ഫസ്റ്റ് CGST, സെൻട്രൽ GST, 2 SGST, സ്റ്റേറ്റ് GST, മൂന്നാമത്തേത് IGST, ഇന്റഗ്രേറ്റഡ് GST എന്നാണ്. ക്ലിയർ ആണ്. അടുത്ത നമ്മൾ GST സ്ലാബുകളിൽ നമുക്ക് മാറ്റം വന്നിട്ടുണ്ട്. അതുകൂടെ നമുക്ക് പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. പരീക്ഷയ്ക്ക് ചോദിക്കാം. GST സ്ലാബുകളിൽ മാറ്റം വന്നിട്ടുണ്ട്. പഴയ GST സ്ലാബ് എന്ന് പറഞ്ഞാൽ 5%, 12%, 18%, 28% എന്നുള്ളതാണ്. ഇപ്പോൾ പുതിയ സ്ലാബ് പ്രകാരം 5%, 18% മാത്രമേ ഉള്ളൂ. അതായത് 2025 സെപ്റ്റംബർ 22 മുതൽ നിലവിൽ വന്ന GST 2.0 പരിഷ്കാരങ്ങൾ അനുസരിച്ച് നികുതി സ്ലാബുകളിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പഴയ 12%, 28% സ്ലാബുകൾ ഒഴിവാക്കി അവയെ 5%, 18% എന്ന സ്ലാബുകളിലേക്ക് ലയിപ്പിച്ചു. ഇത്രയേ ഉള്ളൂ. നമ്മുടെ പഴയ GST സ്ലാബ് എന്നാണ്? 5%, 12%, 18%, 28% എന്നുള്ളതല്ലേ? ആ ഒരു ശതമാനങ്ങളിലെ 12%, 28% എന്നുള്ള പഴയ സ്ലാബുകൾ മാറ്റി അവയെ എന്താണ് 5%, 18% സ്ലാബുകളിലേക്ക് ലയിപ്പിച്ചു. അപ്പം നിലവിലെ പുതിയ സ്ലാബുകൾ ഏതാണ്? 5%, 18% മാത്രമാണ്. ഇതെന്നാണ് നിലവിൽ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2025 സെപ്റ്റംബർ 22 മുതലാണ് പുതിയ GST സ്ലാബുകൾ നിലവിൽ വന്നത്. പരീക്ഷയ്ക്ക് ചോദിക്കുവേ എന്നാണ് പുതിയ സ്ലാബുകൾ നിലവിൽ വന്നതെന്ന്. എന്നാണ്? 2025 സെപ്റ്റംബർ 22 മുതലാണ് പുതിയ സ്ലാബുകൾ നിലവിൽ വന്നത്. അപ്പം നമുക്ക് ഈ ഒരു ശതമാനങ്ങളൊന്നും നോക്കേണ്ടതായിട്ടുണ്ട്. എന്തൊക്കെയാണെന്നുള്ളത് നോക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ 0%, അതായത് 0% GST എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി മുതൽ GST ഇല്ലാത്തവയാണ് 0% GST എന്ന് പറയുന്നത്. GST ഇല്ലാത്തവ നിത്യോപയോഗ സാധനങ്ങൾ, വ്യക്തിഗത ആരോഗ്യ ലൈഫ് ഇൻഷുറൻസ്, വ്യായാമ പുസ്തകങ്ങൾ, നോട്ട് ബുക്കുകൾ, മാപ്പുകൾ, ചാർട്ടുകൾ എന്നിവയ്ക്ക് 0% GST ആണ്. GST ഇല്ല. ഇനി 5% GST സ്ലാബിൽ ഉൾപ്പെടുന്നവ ഏതൊക്കെയാണെന്ന് നോക്കാം. പാക്കേജ് ചെയ്ത ഭക്ഷണം, പാദരക്ഷകൾ, മരുന്നുകൾ, ചെറിയ ഗാർഹിക സാധനങ്ങൾ, മറ്റ് സാധാരണ ഉൽപ്പന്നങ്ങൾ കേട്ടോ. അപ്പൊ 5% GST സ്ലാബിൽ ഉൾപ്പെടുന്നവ ഏതൊക്കെയാണ്? പാക്കേജ് ചെയ്ത ഭക്ഷണം,
പാദരക്ഷകൾ, മരുന്നുകൾ, ചെറിയ ഗാർഹിക സാധനങ്ങൾ, മറ്റ് സാധാരണ ഉൽപ്പന്നങ്ങളാണ്. ഇനി നമുക്ക് 18% GST സ്ലാബിൽ ഉൾപ്പെടുന്നവ ഏതൊക്കെയാണെന്ന് നോക്കാം. 18% GST സ്ലാബിൽ ഉൾപ്പെടുന്നവ റെസ്റ്റോറന്റ് സേവനങ്ങൾ, ടെലികോം സേവനങ്ങൾ, സാമ്പത്തിക സേവനങ്ങൾ, TV, വാഷിംഗ് മെഷീൻ, ലാപ്ടോപ്പ് പോലുള്ള ഇലക്ട്രോണിക്സുകൾ, നിത്യോപയോഗ ഉപകരണങ്ങൾ, 350 cc താഴെയുള്ള മോട്ടോർ സൈക്കിളുകൾ, 1200 cc താഴെയുള്ള കാറുകളൊക്കെ എന്താണ് 18% GST സ്ലാബിന് 18% GST സ്ലാബിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം എത്ര CC മുകളിലുള്ള ബൈക്കുകൾ, എത്ര CC താഴെയുള്ള മോട്ടോർ സൈക്കിളുകളാണ് 18% GSTയിൽ ഉൾപ്പെടുന്നവെന്ന് ചോദിക്കാം. എത്രയാണ്? 350 cc താഴെയുള്ള മോട്ടോർ സൈക്കിളും 1200 cc താഴെയുള്ള കാറുകളുമാണ് 18% GST സ്ലാബിൽ ഉൾപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളും 18% GST സ്ലാബിൽ ഉൾപ്പെടുന്നതാണ്. ക്ലിയർ ആണ്. അതുപോലെ തന്നെ നമ്മൾ 40% എന്ന് പറഞ്ഞൊരു പ്രത്യേക സ്ലാബ് ഉണ്ട് കേട്ടോ, അതുകൂടെ ഒന്ന് അറിഞ്ഞിരിക്കണം. അതായത് ഉയർന്ന നിലവാരമുള്ള കാറുകളും പുകയില ഉൽപ്പന്നങ്ങളും ഹൈ ഷുഗർ കാർബണേറ്റഡ് എനർജി ഡ്രിങ്ക്സും മറ്റ് ആഡംബര ഉൽപ്പന്നങ്ങൾക്കുമായാണ് 40% പ്രത്യേക GST സ്ലാബ് ആരംഭിച്ചത് കേട്ടോ, അവതരിപ്പിച്ചത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. 40% പ്രത്യേക GST സ്ലാബ് എന്ന് ഉദ്ദേശിക്കുന്നത് ആഡംബര ഉൽപ്പന്നങ്ങൾക്കാണ് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. 40% പ്രത്യേക GST സ്ലാബ് ആർക്കാണ് വരുന്നത്? ആഡംബര ഉൽപ്പന്നങ്ങൾക്കാണ് കേട്ടോ. 40% GST സ്ലാബ് വരുന്ന 40% പ്രത്യേക GST സ്ലാബ് വരുന്നത് ആഡംബര ഉൽപ്പന്നങ്ങൾക്കാണ് അറിഞ്ഞിരുന്നാൽ മതി. ക്ലിയർ ആണ്? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. വളരെ എഫേർട്ട് എടുത്താണ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് മുമ്പിൽ ക്രിയേറ്റ് ചെയ്തിടുന്നത്. അപ്പോൾ അതിനുള്ളൊരു സപ്പോർട്ട് നിങ്ങൾ തരണേ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, RBIയുടെ മോണിറ്ററി പോളിസിയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി എന്നുള്ളതാണ് നോക്കാം. നമുക്ക് ഓരോ ഓപ്ഷൻസ് നമുക്ക് നോക്കിപ്പോവാം. RBI ഓരോ ഓപ്ഷൻസ് നമുക്ക് നോക്കിപ്പോവാം. RBI 6 മാസത്തിലൊരിക്കൽ മോണിറ്ററി റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കും. ശരിയാണ്. RBI ഗവർണറാണ് മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ. ശരിയാണ്. അതായത് മോണിറ്ററി പോളിസി കമ്മിറ്റിയാണ് MPC. MPCയിൽ 7 അംഗങ്ങളാണുള്ളത്. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. MPCയിൽ 6 അംഗങ്ങളാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ A ആണ് കേട്ടോ. 1ഉം 2ഉമാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് മോണിറ്ററി പോളിസി കമ്മിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? MPC അഥവാ മോണിറ്ററി പോളിസി കമ്മിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിനും പലിശ നിരക്കുകൾ നിശ്ചയിക്കുന്നതിനുമായി രൂപീകരിച്ച സമിതിയാണ് മോണിറ്ററി പോളിസി കമ്മിറ്റി. അപ്പോൾ ഒന്നുകൂടെ പറയാം, എന്താണ് മോണിറ്ററി പോളിസി കമ്മിറ്റി അഥവാ MPC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമ്മുടെ ഇന്ത്യയിലെ പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിനും പലിശ നിരക്കുകൾ അഥവാ റിപ്പോ റേറ്റ് ഒക്കെ നിശ്ചയിക്കുന്നതിനുമായിട്ട് രൂപീകരിച്ച സമിതിയാണ് മോണിറ്ററി പോളിസി കമ്മിറ്റി എന്ന് പറയുന്നത്. ആ മോണിറ്ററി പോളിസി കമ്മിറ്റിയിലെ അംഗസംഖ്യകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. MPCയിൽ ആകെ 6 അംഗങ്ങളാണുള്ളത് കേട്ടോ. അപ്പോൾ MPCയിൽ ആകെ 6 അംഗങ്ങളാണുള്ളത്. ഇതിൽ 3 പേർ RBIയിൽ നിന്നുള്ളവരും 3 പേർ കേന്ദ്ര സർക്കാർ നാമനിർദ്ദേശം ചെയ്യുന്നവരുമാണ്. പഠിച്ചു വെക്കണേ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ എന്താണ് നമ്മുടെ ഈ ഒരു മോണിറ്ററി പോളിസി കമ്മിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇന്ത്യയിലെ പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിനും പലിശ നിരക്കുകൾ നിശ്ചയിക്കുന്നതിനുമായി രൂപീകരിച്ച സമിതിയാണ് നമ്മുടെ ഈ ഒരു മോണിറ്ററി പോളിസി കമ്മിറ്റിയിലെ ആകെ അംഗങ്ങളുടെ എണ്ണം 6 അംഗങ്ങളാണുള്ളത്. അതിൽ 3 പേര് RBIയിൽ നിന്നുള്ളവരും അഥവാ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നുള്ളവർ 3 പേരും അതോടൊപ്പം തന്നെ 3 പേര് കേന്ദ്ര സർക്കാർ നാമനിർദ്ദേശം ചെയ്യുന്നവരും ആണ്. അടുത്തത് നമ്മുടെ ഈ ഒരു മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ അധ്യക്ഷനായിട്ട് വരുന്നത് റിസർവ് ബാങ്ക് ഗവർണറാണ്. ഈ ഒരു കമ്മിറ്റിയുടെ എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ കേട്ടോ. പഠിച്ചു നോക്കണേ. അപ്പോൾ റിസർവ് ബാങ്ക് ഗവർണറാണ് ഈ കമ്മിറ്റിയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാനായിട്ട് വരുന്നത്. RBI ആക്ട് പ്രകാരം ഓരോ 6 മാസത്തിലൊരിക്കലും മോണിറ്ററി പോളിസി റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കേണ്ടതുണ്ട് കേട്ടോ. പഠിച്ചു വെക്കണേ. RBI ആക്ട് പ്രകാരം ഓരോ 6 മാസത്തിലൊരിക്കലും മോണിറ്ററി പോളിസി റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കേണ്ടതുണ്ട്. വർഷത്തിൽ കുറഞ്ഞത് 4 തവണയെങ്കിലും MPC യോഗം ചേരണമെന്നാണ് ചട്ടം. പഠിച്ചു വെക്കണേ. വർഷത്തിൽ കുറഞ്ഞത് 4 തവണയെങ്കിലും MPC യോഗം അഥവാ മോണിറ്ററി പോളിസി കമ്മിറ്റി യോഗം ചേരണമെന്നാണ് ചട്ടം. സാധാരണയായി 2 മാസത്തിലൊരിക്കൽ ബിമോൺതലി പോളിസി അവലോകനം നടക്കാറുണ്ട് കേട്ടോ.
അപ്പോൾ ഇത്ര അറിഞ്ഞിരുന്നാൽ മതി. എന്താണ്? വർഷത്തിൽ കുറഞ്ഞത് 4 തവണയെങ്കിലും MPC യോഗം ചേരണമെന്നാണ് ചട്ടം. അതോടൊപ്പം തന്നെ ഇതേ കണക്ട് ചെയ്ത് തന്നെ പഠിച്ചു. നിലവിലെ പുതിയ റിപ്പോ നിരക്ക് എത്രയാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. 5.25% കേട്ടോ. അപ്പോൾ നിലവിലെ പുതിയ റിപ്പോ റേറ്റ് എത്രയാണ്? 5.25%. നിലവിലെ 26ാമത് റിസർവ് ബാങ്ക് ഗവർണർ ആരാണ്? സഞ്ജയ് മൽഹോത്രയാണ്. പഠിച്ചു വെക്കണേ, നിലവിലെ 26ാമത് റിസർവ് ബാങ്ക് ഗവർണർ ആരാണ്? സഞ്ജയ് മൽഹോത്രയാണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മളൊരു കറണ്ട് അഫയേഴ്സ് ബാച്ചിൻ്റെ കാര്യം നിങ്ങൾക്ക് മുമ്പിൽ ഒന്ന് അവതരിപ്പിക്കേണ്ടതുണ്ട്. അതായത് ഇനി വരുന്ന എല്ലാ പരീക്ഷകൾക്കും വേണ്ടി ഒരു കറണ്ട് അഫയേഴ്സ് ബാച്ച് നമ്മൾ ടെലഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരം 7:30 മുതൽ 8:30 വരെയാണ് നമ്മൾ ആ കറണ്ട് അഫയേഴ്സ് ബാച്ച് നടത്തുന്നത്. അതായത് ലൈവ് പ്ലസ് റെക്കോർഡഡ് സെക്ഷൻ ക്ലാസ്സസ് ആണ്. 1 hour ലൈവ് സെക്ഷൻ ക്ലാസ് ആണ് നമ്മൾ ടെലഗ്രാമിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ആ ലൈവ് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ റെക്കോർഡഡ് സെക്ഷൻ നമ്മൾ ഗ്രൂപ്പിൽ ഇടുന്നതാണ്. അതോടൊപ്പം തന്നെ PDF നോട്ട്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വീക്ക്ലി മോക്ക് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. റിവിഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ക്ലാസ്സസ് ആണ്. അതായത് ഇനി വരുന്ന നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷ ആയിക്കോട്ടെ, സിവിൽ പോലീസ് ഓഫീസർ ആയിക്കോട്ടെ, WCP ആയിക്കോട്ടെ, 10th ലെവൽ പരീക്ഷ ആയിക്കോട്ടെ, ഇനി നിരവധി പരീക്ഷകളാണ് നമുക്ക് മുമ്പിൽ വരുന്നത്. ആ പരീക്ഷകൾക്കൊക്കെ 20ഉം 10ഉം മാർക്കുകളുമാണ് കറണ്ട് അഫയേഴ്സ് പാർട്ടിൽ നിന്ന് ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കുന്ന ക്ലാസ് എന്ന് പറഞ്ഞാൽ ലൈവ് ഇന്ററാക്റ്റീവ് ക്ലാസ്സസ് ആണ്. അതോടൊപ്പം തന്നെ ടോപ്പിക് വൈസ് ആയിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. ഓരോ ടോപ്പിക്കും റിവിഷൻ ചെയ്താണ് നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു കഴിഞ്ഞൊരു അസിസ്റ്റന്റ് പ്രൊഫസർ ഓഫീസർ പരീക്ഷയ്ക്ക് പോലും നമ്മൾ പഠിപ്പിച്ച എല്ലാ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളും പരീക്ഷയ്ക്ക് വന്നിരുന്നു. നമ്മുടെ ഒരുപാട് കൂട്ടുകാർക്ക് അത് ഉപകാരപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ ഏകദേശം 60-70 സ്റ്റുഡൻസ് ആയിട്ടുണ്ട് നമ്മുടെ ഈ ബാച്ചിൽ. അപ്പോൾ നിങ്ങളുടെ ഒട്ടും സമയം കഴിഞ്ഞിട്ടില്ല, നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ഇതിൻ്റെ ഒരു കോഴ്സ് ഫീ എന്ന് പറഞ്ഞാൽ വെറും 200 രൂപ മാത്രമേ കോഴ്സ് ഫീ ആയിട്ട് വരുന്നുള്ളൂ. അത് ഇതിൻ്റെ വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ 6 മാസം വരെയാണ് വാലിഡിറ്റി. അതായത് ഇനി വരുന്ന 6 മാസത്തിനുള്ളിലല്ലേ ഇനി എല്ലാ മെയിൻ പരീക്ഷകളും വരുന്നത്. ആ പരീക്ഷകൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ബാച്ചാണ്. വെറും 200 രൂപയ്ക്ക് നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് പക്കയാക്കാൻ സാധിക്കുന്നതാണ്. ഡിഗ്രി ലെവൽ പ്രിലിംസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന കൂട്ടുകാരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. നമ്മുടെ കറണ്ട് അഫയേഴ്സിലെ നോട്ട്സും അതുപോലെ ക്ലാസ്സും മോക്ക് ടെസ്റ്റും ഒക്കെ അറ്റൻഡ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സിൽ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു അഡ്മിഷന് താല്പര്യമുള്ള കൂട്ടുകാരാണെങ്കിൽ 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ടൊന്ന് വാട്സപ്പ് ചെയ്യണേ. എന്നൂടെ പറയാം, 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ടൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി. വെറും 200 രൂപയ്ക്ക് നിങ്ങൾക്ക് എന്താണ് കറണ്ട് അഫയേഴ്സ് പക്കയാക്കാൻ സാധിക്കും. ഞാൻ പക്കയാക്കി തരാം. കറണ്ട് അഫയേഴ്സിനടുത്ത് ഞാൻ അഷ്യൂർ ചെയ്യുന്നു, ഉറപ്പ് നൽകുന്നു, പക്കയാക്കി തരാം. അപ്പം ഡിഗ്രി പ്രിലിംസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന കൂട്ടുകാരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് ഫുൾ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത ക്വസ്റ്റ്യൻ, ഓട്ടോമാറ്റിക് ഫിസിക്കൽ സ്റ്റെബിലൈസേഴ്സ് എന്നാൽ എന്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓട്ടോമാറ്റിക് ഫിസിക്കൽ സ്റ്റെബിലൈസേഴ്സ് എന്നാൽ എന്തെന്നാണ് ചോദിക്കുന്നത്. അതിൻ്റെ ആൻസർ, വരുമാനത്തിന്റെ നിലയ്ക്ക് വ്യത്യാസം വരുമ്പോൾ നികുതിക്കും ഗവൺമെന്റ് ട്രാൻസ്ഫർ പേയ്മെന്റിനും ഉണ്ടാകുന്ന മാറ്റമാണ് ഓട്ടോമാറ്റിക് ഫിസിക്കൽ സ്റ്റെബിലൈസേഴ്സ് എന്നും പറയുന്നത് കേട്ടോ. അപ്പോൾ പഠിച്ചു വെക്കണം. ആൻസർ ഏതാണ്? ഓട്ടോമാറ്റിക് ഫിസിക്കൽ സ്റ്റെബിലൈസേഴ്സ് എന്നാൽ എന്താണ്? വരുമാനത്തിന്റെ നിലയ്ക്ക് വ്യത്യാസം വരുമ്പോൾ നികുതിക്കും ഗവൺമെന്റ് ട്രാൻസ്ഫർ പേയ്മെന്റിനും ഉണ്ടാകുന്ന മാറ്റമാണ് ഇത് കേട്ടോ. അതായത് കുറച്ചുകൂടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുവാണെങ്കിൽ, സാമ്പത്തിക വ്യവസ്ഥയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുമ്പോൾ ഗവൺമെന്റ് പ്രത്യേകമായി പുതിയ നിയമങ്ങളോ നയങ്ങളോ കൊണ്ടുവരാതെ തന്നെ സ്വയം പ്രവർത്തിക്കുന്ന സംവിധാനങ്ങളെയാണ് ഓട്ടോമാറ്റിക് ഫിസിക്കൽ സ്റ്റെബിലൈസേഴ്സ് എന്ന് വിളിക്കുന്നത് കേട്ടോ. ക്ലിയർ ആണോ? ഒന്നുകൂടെ പറയാം. എന്താണ്? സാമ്പത്തിക വ്യവസ്ഥയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുമ്പോൾ ഗവൺമെന്റ് പ്രത്യേകമായി പുതിയ നിയമങ്ങളോ നയങ്ങളോ കൊണ്ടുവരാതെ തന്നെ സ്വയം പ്രവർത്തിക്കുന്ന സംവിധാനങ്ങളെയാണ് ഓട്ടോമാറ്റിക് ഫിസിക്കൽ സ്റ്റെബിലൈസേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇത് പ്രധാനമായിട്ടും ഈ ഒരു ഓട്ടോമാറ്റിക് ഫിസിക്കൽ സ്റ്റെബിലൈസേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത് പ്രധാനമായി 2 രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ഏതൊക്കെയാണ്? ഒന്ന് നികുതി, ടാക്സസും അതുപോലെ തന്നെ ട്രാൻസ്ഫർ പേയ്മെന്റുമാണ്. എന്താണെന്ന് നോക്കാം. നികുതിയിൽ ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ടാക്സിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. രാജ്യത്ത് വരുമാനം വർദ്ധിപ്പിക്കുമ്പോൾ ആളുകൾ കൂടുതൽ നികുതി അടയ്ക്കേണ്ടി വരുന്നു. ഇത് വിപണിയിലെ അമിതമായ പണമൊഴുക്ക് നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. വരുമാനം കുറയുമ്പോൾ നികുതി ഭാരവും സ്വയം കുറയുന്നു. പഠിച്ചു വെക്കണേ. അപ്പൊ എന്താണ് ടാക്സിൽ അഥവാ നികുതിയിൽ ഇതെങ്ങനെയാണ് ബാധിക്കുന്നത്? രാജ്യത്ത് വരുമാനം വർദ്ധിക്കുമ്പോൾ ആളുകൾ കൂടുതൽ നികുതി അടയ്ക്കേണ്ടി വരുന്നു. ഇത് വിപണിയിലെ അമിതമായ പണമൊഴുക്ക് നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. എന്നാൽ വരുമാനം കുറയുമ്പോൾ നികുതി ഭാരവും സ്വയം അതുപോലെ തന്നെ രണ്ടാമത് പ്രവർത്തിക്കുന്നത് ട്രാൻസ്ഫർ പേയ്മെന്റിലാണ്. ട്രാൻസ്ഫർ പേയ്മെന്റ് നമ്മൾ പൈസ അയക്കുന്നത്. അതായത് തൊഴിലില്ലായ്മ വേതനം
ക്ഷേമ പെൻഷനുകൾ തുടങ്ങിയവയാണിത്. സാമ്പത്തിക മാന്ദ്യം ഉണ്ടാകുമ്പോൾ കൂടുതൽ ആളുകൾക്ക് ഇത്തരം സഹായങ്ങൾ ആവശ്യമായി വരികയും ഗവൺമെന്റ് ചെലവ് സ്വയം വർദ്ധിക്കുകയും ചെയ്യുന്നു. ഇത് ജനങ്ങളുടെ കയ്യിൽ പണമെത്തിക്കാനും വിപണിയിലെ തളർച്ച കുറയ്ക്കാനും സഹായിക്കുന്നു. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാം, എന്താണ് നമ്മൾ ഓട്ടോമാറ്റിക് ഫിസ്ക്കൽ സ്റ്റെബിലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സാമ്പത്തിക വ്യവസ്ഥയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുമ്പോൾ ഗവൺമെന്റ് പ്രത്യേകമായി പുതിയ നിയമങ്ങളോ നയങ്ങളോ കൊണ്ടുവരാതെ തന്നെ സ്വയം പ്രവർത്തിക്കുന്ന സംവിധാനങ്ങളെയാണ് ഓട്ടോമാറ്റിക് ഫിസ്ക്കൽ സ്റ്റെബിലൈസേഷൻ എന്ന് പറയുന്നത്. ഇത് പ്രധാനമായി രണ്ട് രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ആദ്യത്തെ രീതി എന്താണ്? നമ്മുടെ ടാക്സിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ടാക്സിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? നികുതിയിൽ എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത്? രാജ്യത്ത് വരുമാനം വർദ്ധിപ്പിക്കുമ്പോൾ ആളുകൾ കൂടുതൽ നികുതി അടയ്ക്കേണ്ടി വരുന്നു. ഇത് വിപണിയിലെ അമിതമായ പണമൊഴുക്ക് നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. വരുമാനം കുറയുമ്പോൾ നികുതി ഭാരവും സ്വയം കുറയുന്നു. അതുപോലെ തന്നെ ട്രാൻസ്ഫർ പേയ്മെന്റ്, രണ്ടാമത്തെ ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നത്? ട്രാൻസ്ഫർ പേയ്മെന്റിലാണ്. അതായത് തൊഴിലില്ലായ്മ വേതനം, ക്ഷേമ പെൻഷനുകൾ തുടങ്ങിയവയാണിത്. അതായത് സാമ്പത്തിക മാന്ദ്യം ഉണ്ടാകുമ്പോൾ കൂടുതൽ ആളുകൾ ഇത്തരം സഹായങ്ങൾ ആവശ്യമായി വരികയും ഗവൺമെന്റ് ചെലവ് സ്വയം വർദ്ധിക്കുകയും ചെയ്യുന്നു. ഇത് ജനങ്ങളുടെ കയ്യിൽ പണമെത്തിക്കാനും വിപണിയിലെ തളർച്ച കുറയ്ക്കാനും സഹായിക്കുന്നു. അതുപോലെ തന്നെ ഇനി അടുത്തെയാണ് ഡിസ്ക്രിറ്ററി ഫിസ്ക്കൽ പോളിസി. അതോടെ ഒന്ന് കണക്ട് ചെയ്ത് പഠിച്ചിരിക്കണം. ഡിസ്ക്രിഷണറി ഫിസ്ക്കൽ പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസേഴ്സിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇവിടെ ഗവൺമെന്റ് മനഃപൂർവ്വം പുതിയ നിയമങ്ങൾ വഴിയോ ബജറ്റ് വഴിയോ മാറ്റങ്ങൾ വരുത്തുന്നു. എന്നാൽ ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസേഷന് പുതിയ നിയമങ്ങൾ ആവശ്യമില്ല. നമ്മൾ പഠിച്ചതാണ് എന്താണ് ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസേഷൻ എന്താണ്? പുതിയ നയങ്ങളോ നിയമങ്ങളോ ആവശ്യമില്ല. പക്ഷേ ഡിസ്ക്രിഷണറി ഫിസിക്കൽ പോളിസി എന്നാൽ എന്തെന്നായിരിക്കും അടുത്ത പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത. അപ്പോൾ ഡിസ്ക്രിഷണറി ഫിസിക്കൽ പോളിസിയിൽ ഇത് ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസേഷൻ നിന്ന് വ്യത്യാസമാണ്. ഇവിടെ ഗവൺമെന്റ് മനഃപൂർവ്വം പുതിയ നിയമങ്ങൾ വഴിയോ ബജറ്റ് വഴിയോ മാറ്റങ്ങൾ വരുത്തുന്നതിനാണ് ഡിസ്ക്രിഷണറി ഫിസിക്കൽ പോളിസി എന്ന് പറയുന്നത്. ക്ലിയർ ആണ്? അടുത്തത് പ്രോഗ്രസീവ് ടാക്സേഷൻ. വരുമാനം കൂടുമ്പോൾ നികുതി നിരക്ക് കൂടുന്ന രീതിയാണ് ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസേഷന്റെ മികച്ച ഉദാഹരണമാണ് കേട്ടോ. ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസേഷന്റെ മികച്ച ഉദാഹരണമാണ് പ്രോഗ്രസീവ് ടാക്സേഷൻ എന്ന് പറയുന്നത്. പ്രോഗ്രസീവ് ടാക്സേഷൻ എന്താണ്? വരുമാനം കൂടുമ്പോൾ നികുതി നിരക്ക് കൂടുന്ന രീതിയാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസേഷന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സാമ്പത്തിക വ്യവസ്ഥയിലെ അസ്ഥിരത കുറയ്ക്കുക, GDP വലിയ തോതിൽ ഇടിയാതെ സംരക്ഷിക്കുക എന്നിവയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങളായിട്ട് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? സിസ്റ്റം ഓഫ് നാഷണൽ ഇൻകം അക്കൗണ്ടിങ്സ് പ്രകാരം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരിയായിട്ട് ഉള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. എന്താണ് ക്വസ്റ്റ്യൻ? എന്താണ്? സിസ്റ്റം ഓഫ് നാഷണൽ ഇൻകം അക്കൗണ്ടിങ്സ് പ്രകാരം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് നോക്കാം. ഗ്രോസ് നാഷണൽ ഇൻകം ഈക്വൽ ടു GDP പ്ലസ് റെസ്റ്റ് ഓഫ് ദ വേൾഡ് ലഭിക്കേണ്ടുന്ന പ്രൈമറി വരുമാനം മൈനസ് റെസ്റ്റ് ഓഫ് ദ വേൾഡിന് നൽകേണ്ട പ്രൈമറി വരുമാനം. ശരിയാണ്. അതുപോലെ തന്നെ ഗ്രോസ് നാഷണൽ ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈക്വൽ ടു ഗ്രോസ് നാഷണൽ ഇൻകം പ്ലസ് കറന്റ് ട്രാൻസ്ഫേഴ്സ് റിസീവബിൾ മൈനസ് കറന്റ് ട്രാൻസ്ഫേഴ്സ് പേയബിൾ ആണ്. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്തത് ഗ്രോസ് നാഷണൽ ഡിസ്പോസിബിൾ ഇൻകം എന്നതിനെ ഗ്രോസ് സേവിങ്സ് ആയും ഫൈനൽ കോൺസെപ്ഷൻ ആയും തരംതിരിക്കാം. ഇത് ശരിയാണ്. അപ്പോൾ ഇതിന് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇതെല്ലാം ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. എല്ലാം ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ നമ്മൾ ഓരോന്ന് റിലേറ്റ് ചെയ്ത് തന്നെ നമ്മൾ പഠിച്ചു പോകുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ ഗ്രോസ് നാഷണൽ ഇൻകം GNI എന്ന് പറയും. ഗ്രോസ് നാഷണൽ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു രാജ്യത്തെ നിവാസികൾ ഉൽപ്പാദിപ്പിക്കുന്ന ആകെ വരുമാനമാണിത്. അപ്പോൾ ഗ്രോസ് നാഷണൽ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു രാജ്യത്തെ നിവാസികൾ ഉൽപ്പാദിപ്പിക്കുന്ന ആകെ വരുമാനമാണ് ഗ്രോസ് നാഷണൽ ഇൻകം എന്ന് പറഞ്ഞത്. ഇതിൽ വിദേശത്ത് നിന്ന് ലഭിക്കുന്ന വരുമാനം ഉൾപ്പെടുന്നു. നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ്. ഇതിൽ വിദേശത്ത് നിന്ന് ലഭിക്കുന്ന വരുമാനം ഉൾപ്പെടുന്നു. അതാണ് ഇവിടെ പറയുന്നത്. എന്താണ് ഗ്രോസ് നാഷണൽ ഇൻകത്തിന്റെ ഇക്വേഷൻ? എന്താണ്? GDP പ്ലസ് റെസ്റ്റ് ഓഫ് ദ വേൾഡ് ലഭിക്കേണ്ടി വരുന്ന പ്രൈമറി വരുമാനം മൈനസ് റെസ്റ്റ് ഓഫ് ദ വേൾഡിന് നൽകേണ്ടി വരുന്ന പ്രൈമറി വരുമാനം. അപ്പം ഇന്ത്യക്ക് പുറത്ത് നൽകേണ്ടി വരുന്ന പ്രൈമറി വരുമാനം മൈനസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്ത്യക്ക് എന്തൊക്കെയാണ്? GDP പ്ലസ് ഗ്രോസ് നാഷണൽ ഇൻകം കണക്കാക്കുന്നത് എങ്ങനെയാണ്? GDP പ്ലസ് റെസ്റ്റ് ഓഫ് ദ വേൾഡിന് ലഭിക്കേണ്ടി വരുന്ന പ്രൈമറി വരുമാനം
മൈനസ് റെസ്റ്റ് ഓഫ് ദ വേൾഡിന് നൽകേണ്ടി വരുന്ന പ്രൈമറി വരുമാനമാണ് ഗ്രോസ് നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഗ്രോസ് നാഷണൽ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു രാജ്യത്തെ നിവാസികൾ ഉത്പാദിപ്പിക്കുന്ന ആകെ വരുമാനമാണിത്. ഇതിൽ വിദേശത്തു നിന്ന് ലഭിക്കേണ്ടി വരുന്ന വരുമാനം ഉൾപ്പെടുന്നു. അടുത്തത് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് കേട്ടോ. നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ്, നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ്, NFIA എന്ന് പറയും. നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് കേട്ടോ. പേര് കേൾക്കുമ്പോഴേ അറിയാലോ എന്താണ്? വിദേശത്ത് നിന്ന് നമ്മുടെ രാജ്യത്തേക്ക് വരുന്ന പ്രൈമറി വരുമാനവും നമ്മൾ വിദേശത്തേക്ക് നൽകുന്ന പ്രൈമറി വരുമാനവും തമ്മിലുള്ള വ്യത്യാസമാണിത് കേട്ടോ. പഠിച്ചു വെക്കണേ. നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിദേശത്തു നിന്ന് നമ്മുടെ രാജ്യത്തേക്ക് വരുന്ന പ്രൈമറി വരുമാനവും നമ്മൾ വിദേശത്തേക്ക് നൽകുന്ന പ്രൈമറി വരുമാനവും തമ്മിലുള്ള വ്യത്യാസമാണ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് എന്ന് പറയുന്നത്. അടുത്തത് ഗ്രോസ് നാഷണൽ ഡിസ്പോസബിൾ ഇൻകം, GNDI എന്ന് പറയും. ഗ്രോസ് നാഷണൽ ഡിസ്പോസബിൾ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിന് ചെലവഴിക്കാൻ ലഭ്യമായ ആകെ വരുമാനമാണിത് കേട്ടോ. അപ്പോൾ ഗ്രോസ് നാഷണൽ ഡിസ്പോസബിൾ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു രാജ്യത്തിന് ചെലവഴിക്കാൻ ലഭ്യമായ ആകെ വരുമാനമാണിത്. പ്രൈമറി വരുമാനത്തിന് പുറമെ വിദേശത്തു നിന്ന് ലഭിക്കുന്ന മറ്റു സഹായങ്ങളും, അതായത് ഉദാഹരണത്തിന് സമ്മാനങ്ങൾ, ഗ്രാൻറ്റുകൾ, നെറ്റ് കറണ്ട് ട്രാൻസ്ഫേഴ്സ് ഒക്കെ ഇതിൽ പെടുന്നു കേട്ടോ. പഠിച്ചു വെക്കണം. ഗ്രോസ് നാഷണൽ ഡിസ്പോസബിൾ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു രാജ്യത്തിന് ചിലവഴിക്കാൻ ലഭ്യമായ ആകെ വരുമാനമാണിത്. പ്രൈമറി വരുമാനത്തിന് പുറമെ വിദേശത്തു നിന്ന് ലഭിക്കുന്ന മറ്റു സഹായങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? പുതിയ എസ്റ്റിമേറ്റ് പ്രകാരം 2023-24 യൂണിയൻ ഗവൺമെന്റിന്റെ ഫിസിക്കൽ ഡെഫിസിറ്റ് എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ് നമുക്ക് നോക്കാം. എന്താണ് ക്വസ്റ്റ്യൻ? എന്താണ്? പുതുക്കിയ എസ്റ്റിമേറ്റ് പ്രകാരം 2023-24 യൂണിയൻ ഗവൺമെന്റിന്റെ ഫിസിക്കൽ ഡെഫിസിറ്റ് എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. ഇവിടെ 5.8% കേട്ടോ. 5.8% ആണ്. 5.8%. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. യൂണിയൻ ഗവൺമെന്റിന്റെ ഫിസിക്കൽ ഡെഫിസിറ്റ് അഥവാ ധനക്കമ്മി, ഫിസിക്കൽ ഡെഫിസിറ്റിന്റെ മലയാളമാണ് ധനക്കമ്മി കേട്ടോ, എന്നത് ഒരു സാമ്പത്തിക വർഷത്തിൽ സർക്കാരിന്റെ ആകെ വരുമാനവും ആകെ ചെലവും തമ്മിലുള്ള വ്യത്യാസമാണിത് കേട്ടോ. പഠിച്ചു വെക്കണേ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കണേ. അപ്പൊ യൂണിയൻ ഗവൺമെന്റിന്റെ ഫിസിക്കൽ ഡെഫിസിറ്റ് അഥവാ ധനക്കമ്മി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സാമ്പത്തിക വർഷത്തിൽ സർക്കാരിന്റെ ആകെ വരുമാനം, കടം വാങ്ങുന്നത് ഒഴികെയാണ്, സർക്കാരിന്റെ ആകെ വരുമാനം ആകെ ചെലവും തമ്മിലുള്ള വ്യത്യാസമാണ് ധനക്കമ്മി അഥവാ ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. ലളിതമായി പറഞ്ഞാൽ സർക്കാരിന്റെ വരുമാനത്തെക്കാൾ എത്രത്തോളം കൂടുതൽ തുക സർക്കാർ ചെലവാക്കുന്നു എന്നതിന്റെ കണക്കാണ് കേട്ടോ. പഠിച്ചു വെക്കണേ. അപ്പം ലളിതമായിട്ട് പറഞ്ഞ എങ്ങനെയാണ്? സർക്കാരിന്റെ വരുമാനത്തെക്കാൾ എത്രത്തോളം കൂടുതൽ തുക സർക്കാർ ചെലവാക്കുന്നു എന്നതിന്റെ കണക്കാണ് ധനക്കമ്മി അഥവാ ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. അതായത് സർക്കാരിന്റെ മൊത്തം ചെലവിൽ നിന്ന് ആകെ വരുമാനം കുറയ്ക്കുമ്പോഴാണ് ഫിസിക്കൽ ഡെഫിസിറ്റ് ലഭിക്കുന്നത്. അപ്പോൾ അതിന്റെ ഒരു ഇക്വേഷൻ ഉണ്ട്. ഫിസിക്കൽ ഡെഫിസിറ്റ് ഈക്വൽ ടു ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് റവന്യൂ റെസിപ്റ്റ്സ് പ്ലസ് നോൺ ഡെബിറ്റ് ക്യാപിറ്റൽ റെസിപ്റ്റ്സ്. അതായത് നമ്മുടെ കടമെടുക്കുന്ന തുക മൈനസ് ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ. ഞാൻ പറഞ്ഞിരുന്നു കടം വാങ്ങുന്നത് ഒഴികെയാണ് ഇവിടെ കണക്ക് കൂട്ടുന്നത്. കടം വാങ്ങുന്നത് ഇവിടെ കണക്ക് കൂട്ടുന്നില്ല. സർക്കാരിന് ആകെ കിട്ടുന്ന വരുമാനം സർക്കാരിൻ്റെ ആകെ ചെലവുകൾ എത്രയാണോ അതേ മൈനസ് സർക്കാരിന് ആകെ കിട്ടുന്ന വരുമാനം ആണ് നമ്മൾ ഈ ഒരു ഫിസിക്കൽ ഡെഫിസിറ്റ് അഥവാ ധനക്കമ്മി എന്ന് പറയുന്നത്. അത് തന്നെയാണ് സമവാക്യമായിട്ട് വരുന്നത്. ഫിസിക്കൽ ഡെഫിസിറ്റ് അഥവാ ഇക്വേഷൻ ആയിട്ട് വരുന്നത് ഫിസിക്കൽ ഡെഫിസിറ്റ് ഈക്വൽ ടു ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് റവന്യൂ റെസിപ്റ്റ്സ് പ്ലസ് നോൺ ഡെബിറ്റ് ക്യാപിറ്റൽ റെസിപ്റ്റ്സ് ആണ്. നോൺ ഡെബിറ്റ് ക്യാപിറ്റൽ റെസിപ്റ്റ് അതായത് കടം മേടിക്കാത്ത വരുമാനങ്ങളുമാണ്. പഠിച്ചു വെക്കണം. സമവാക്യം എന്താണ്? ഫിസിക്കൽ ഡെഫിസിറ്റ് ഈക്വൽ ടു ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് റവന്യൂ റെസിപ്റ്റ്സ് പ്ലസ് നോൺ ഡെബിറ്റ് ക്യാപിറ്റൽ റെസിപ്റ്റ്സ് ആണ് വരുന്നത്. 2025-26 സാമ്പത്തിക വർഷത്തോടെ ഫിസിക്കൽ ഡെഫിസിറ്റ് 4.5% താഴെ എത്തിക്കുക എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയുടെ 12ാം പഞ്ചവത്സര പദ്ധതിയുടെ അഥവാ 2012-2017 പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ആശയം പറയുന്നവൽ ഏതാണെന്നാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്. വേഗതയേറിയതും കൂടുതൽ ഉൾക്കൊള്ളുന്നതും സുസ്ഥിരവുമായ വളർച്ചയാണ് കേട്ടോ. അപ്പോൾ പഠിച്ചു വെക്കണം. ഇന്ത്യയുടെ 12ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ആശയം എന്താണ്? വേഗതയേറിയതും
കൂടുതൽ ഉൾക്കൊള്ളുന്നതും സുസ്ഥിരവുമായ വളർച്ചയുമാണ് ഇതിൻ്റെ ഒരു പ്രധാന ആശയമായിട്ട് വരുന്നത്. അപ്പോൾ 12ാം പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ച് നമുക്ക് ജസ്റ്റ് നോക്കാം. 12ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് 2012 മുതൽ 2017 വരെയുള്ള പദ്ധതിയാണ്. അതായത് ഇന്ത്യയുടെ അവസാനത്തെ പഞ്ചവത്സര പദ്ധതിയായിരുന്നു. നമുക്കറിയാം, ഈ ഒരു മോദി സർക്കാർ വന്നതിന് ശേഷം പഞ്ചവത്സര പദ്ധതികൾ നിർത്തി അവരെന്താണ് നീതി ആയോഗ് തുടങ്ങി. അപ്പോൾ അത് കണക്ട് ചെയ്ത് പഠിച്ചോണേ. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം 2012 മുതൽ 2017 വരെ. ഇന്ത്യയുടെ അവസാനത്തെ പഞ്ചവത്സര പദ്ധതിയായിരുന്നു 12ാം പഞ്ചവത്സര പദ്ധതി. നമ്മുടെ 12ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്താണ്? വേഗതയേറിയതും കൂടുതൽ ഉൾക്കൊള്ളുന്നതും സുസ്ഥിരവുമായിട്ടുള്ള വളർച്ച, അഥവാ ഇംഗ്ലീഷ് പറയുവാണെങ്കിൽ ഫാസ്റ്റർ, മോർ ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ ഗ്രോത്ത്. ഈ ഒരു 12ാം പഞ്ചവത്സര പദ്ധതിയിൽ ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് എത്രയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ തുടക്കത്തിൽ 9% ലക്ഷ്യമിട്ടെങ്കിലും പിന്നീട് അത് 8% പുതുക്കി നിശ്ചയിച്ചു കേട്ടോ. അപ്പോൾ തുടക്കത്തിൽ 9% വളർച്ചാ നിരക്ക് ലക്ഷ്യമിട്ടെങ്കിലും പിന്നീട് അത് 8% പുതുക്കി നിശ്ചയിച്ചു. അതുപോലെ തന്നെ ഈ ഒരു 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ആസൂത്രണം ചെയ്ത സമയത്ത് മൻമോഹൻ സിംഗ് ആയിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി. നമുക്കറിയാം, ഈ ഒരു 12ാം പഞ്ചവത്സര പദ്ധതി വന്നതെന്നാണ് 2012 മുതലല്ലേ സ്റ്റാർട്ട് ചെയ്തത്. ആ സമയത്ത് ആരാണ് നമ്മുടെ പ്രധാനമന്ത്രി? മൻമോഹൻ സിംഗ് ആയിരുന്നു പ്രധാനമന്ത്രി. 2014 ആസൂത്രണ കമ്മീഷന് പകരം നീതി ആയോഗ് വന്നതോടെ പഞ്ചവത്സര പദ്ധതികൾ നിർത്തലാക്കപ്പെട്ടു. പഠിച്ചു വെക്കണേ, 2014 ആസൂത്രണ കമ്മീഷന് പകരം നീതി ആയോഗ് നിലവിൽ വന്നതോടെ പഞ്ചവത്സര പദ്ധതികൾ നിർത്തലാക്കപ്പെട്ടു. അതിനാൽ ഇന്ത്യയുടെ അവസാനത്തെ പഞ്ചവത്സര പദ്ധതിയായിരുന്നു 12ാം പഞ്ചവത്സര പദ്ധതി. അപ്പം നമുക്ക് അതുപോലെ തന്നെ ഈ പഞ്ചവത്സര പദ്ധതികളും അവയുടെ കാലഘട്ടവും ലക്ഷ്യവും നമുക്കൊന്ന് പഠിച്ചു പോകാം. ജസ്റ്റ് ഫസ്റ്റ് ഒന്നാം പഞ്ചവത്സര പദ്ധതി 1951 മുതൽ 56 വരെയായിരുന്നു ഒന്നാം പഞ്ചവത്സര പദ്ധതി. ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കാർഷിക മേഖലയുടെ സമഗ്ര വികസനമായിരുന്നു ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം. ഇനി രണ്ടാം പഞ്ചവത്സര പദ്ധതി 1956 മുതൽ 1961 വരെയാണ്. അതിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം വ്യവസായിക വികസനമാണ്. മൂന്നാം പഞ്ചവത്സര പദ്ധതി വരുന്നത് 1961 മുതൽ 66 വരെയാണ്. അതിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഭക്ഷ്യ സ്വയം പര്യാപ്തത, സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത എന്നാണ്. ഇനി നാലാം പഞ്ചവത്സര പദ്ധതി വരുന്നത് 1969 മുതൽ 74 വരെയാണ്. അതിൻ്റെ ഒരു ലക്ഷ്യം, നാലാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സ്ഥിരതയോടുകൂടിയ വളർച്ച, സ്വാശ്രയത്വം കേട്ടോ. സ്ഥിരതയോടുകൂടിയ വളർച്ചയും സ്വാശ്രയത്വമാണ് നാലാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഇനി നമ്മുടെ അഞ്ചാം പഞ്ചവത്സര പദ്ധതി വരുന്നത് 1974 മുതൽ 79 വരെയാണ്. സ്വാതന്ത്ര്യ നിർമ്മാർജ്ജനമാണ് കേട്ടോ. ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമായിട്ട് വന്നത്. ഇനി ആറാം പഞ്ചവത്സര പദ്ധതി വരുന്നത് 1980 മുതൽ 85 വരെയാണ്. അത് കാർഷിക വ്യവസായിക മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തലാണ്. ഏഴാം പഞ്ചവത്സര പദ്ധതി വരുന്നത് 1985 മുതൽ 90 വരെയാണ്. ആധുനികവൽക്കരണം, തൊഴിലവസരങ്ങളുടെ വർധനവ്. എട്ടാം പഞ്ചവത്സര പദ്ധതി വരുന്നത് 1992 മുതൽ 97 വരെ, മാനവശേഷി വികസനം. ഒൻപതാം പഞ്ചവത്സര പദ്ധതി വരുന്നത് 97 മുതൽ 2002 വരെ, ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത സൂത്രണവുമാണ്. പത്താം പഞ്ചവത്സര പദ്ധതി വരുന്നത് 2002 മുതൽ 2007 വരെയാണ്, മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക. 11ാം പഞ്ചവത്സര പദ്ധതി 2007 മുതൽ 2012 വരെ. അതായത് അതിൻ്റെ ലക്ഷ്യം മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനം. 12ാം പഞ്ചവത്സര പദ്ധതി 2012 മുതൽ 2017 വരെ സുസ്ഥിര വികസനമാണ് അതിൻ്റെ ലക്ഷ്യമിട്ടിരുന്നത്. അവസാനത്തെ പഞ്ചവത്സര പദ്ധതിയാണ് വരുന്നത് കേട്ടോ. ക്ലിയർ ആണ്. അതുപോലെ തന്നെ അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമായിരുന്നു ഗരീബി ഹഠാവോ കേട്ടോ. അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമായിരുന്നു ഗരീബി ഹഠാവോ. അടുത്ത ക്വസ്റ്റ്യൻ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി എന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻ PSC ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. കാര്യം എന്തെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഓപ്ഷൻസ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു ക്വസ്റ്റ്യൻ PSC ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഫൈനൽ ആൻസർ പ്രകാരം ഓപ്ഷൻസ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെയാണ് ശരി എന്നാണ് ചോദിക്കുന്നത്. RBI IMFന്റെ ഒരു അംഗമാണ്. RBI IMFന്റെ അംഗമാണോ? ഇല്ല, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലേ. RBI IMFന്റെ അംഗം അല്ല. 1935 ഏപ്രിൽ 1 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത്. ശരിയാണ്. ഉഷ തോട്ടറായിരുന്നു ആദ്യത്തെ വനിതാ ഗവർണർ. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പം ഈ ഒരു ഓപ്ഷൻസിൽ രണ്ട് മാത്രം ശരി എന്നുള്ളത് ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ PSC ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്, ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മൾ ഇത്രയും പഠിച്ചു അല്ല, ഈ ഒരു ക്വസ്റ്റ്യനെ കുറിച്ച് പഠിച്ചു. അപ്പം നമുക്ക് RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കാര്യങ്ങളോടൊന്ന് പഠിച്ചു പോവാം.
റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആസ്ഥാനം എവിടെയാണ്? മുംബൈയിലാണ് നമ്മുടെ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം വരുന്നത്. റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ് വരുന്നത്? മുംബൈയിലാണ് വരുന്നത്. ആദ്യകാലത്ത് കൊൽക്കത്തയിലായിരുന്നു നമ്മുടെ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം. 1937 മുംബൈയിലേക്ക് മാറ്റിയത്. 1937 മുംബൈയിലേക്ക് മാറ്റിയത്. നമ്മുടെ റിസർവ് ബാങ്കിന്റെ ആദ്യ ഗവർണർ ആരാണ്? ഓസ്ബോൺ സ്മിത്ത് ആണ് കേട്ടോ. ഓസ്ബോൺ സ്മിത്ത് ആണ് റിസർവ് ബാങ്കിന്റെ ആദ്യ ഗവർണർ. ആദ്യ ഇന്ത്യൻ ഗവർണർ CD ദേശ്മുഖ് ആണ്. ആദ്യ ഇന്ത്യൻ ഗവർണർ CD ദേശ്മുഖ് ആണ്. ഗവർണറായ ഏക ഇന്ത്യൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ് കേട്ടോ. നമുക്കറിയാം ഡോക്ടർ മൻമോഹൻ സിംഗ് നമ്മുടെ മുൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ഡോക്ടർ മൻമോഹൻ സിംഗ്, അദ്ദേഹം ഒരു സാമ്പത്തിക വിദഗ്ധനും സാമ്പത്തിക ശാസ്ത്രജ്ഞനും ആണെന്നൊക്കെ നമുക്കറിയാം. അദ്ദേഹം റിസർവ് ബാങ്കിന്റെ ഗവർണറും കൂടിയായിരുന്നു കേട്ടോ. അപ്പോൾ ഗവർണറായ ഏക ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. ഇനി നിലവിലെ ഗവർണർ ആരാന്ന് ചോദിക്കാം പരീക്ഷയ്ക്ക്. സഞ്ജയ് മൽഹോത്രയാണ് നിലവിലെ റിസർവ് ബാങ്കിന്റെ ഗവർണറായിട്ട് വരുന്നത്. നിലവിലെ 26ാമത്തെ റിസർവ് ബാങ്ക് ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര. ഇനി നമ്മുടെ ഈ ഒരു റിസർവ് ബാങ്കിന് നോട്ട് അച്ചടിക്കാനുള്ള അധികാരം ഉണ്ട് കേട്ടോ. റിസർവ് ബാങ്കിന് നോട്ട് അച്ചടിക്കാനുള്ള അധികാരം ഉണ്ട്. ഇന്ത്യയിൽ 1 രൂപ ഒഴികെയുള്ള കറൻസി നോട്ടുകൾ പുറത്തിറക്കുന്നത് ആരാണ്? RBI ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഇന്ത്യയിൽ 1 രൂപ ഒഴികെയുള്ള കറൻസി നോട്ടുകൾ പുറത്തിറക്കുന്നത് RBI ആണ്. 1 രൂപ നോട്ട് പുറത്തിറക്കുന്നത് കേന്ദ്ര ധന മന്ത്രാലയമാണ്. അതുപോലെ തന്നെ റിസർവ് ബാങ്ക് അറിയപ്പെടുന്ന പേരെന്താണ്? ബാങ്കുകളുടെ ബാങ്ക് എന്നാണ് പറയുന്നത്. ബാങ്കേഴ്സ് ബാങ്ക് അഥവാ ബാങ്കുകളുടെ ബാങ്ക് എന്നാണ് റിസർവ് ബാങ്ക് അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ അങ്ങനെ പറയാൻ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ വാണിജ്യ ബാങ്കുകളെ നിയന്ത്രിക്കുകയും സഹായിക്കുകയും റിസർവ് ബാങ്ക് ചെയ്യുന്നു. അതുകൊണ്ടാണ് ബാങ്കുകളുടെ ബാങ്ക്, ബാങ്കേഴ്സ് ബാങ്ക് എന്നൊക്കെ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയുടെ വിദേശ നാണ്യശേഖരം, ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് കൈകാര്യം ചെയ്യുന്നു. അപ്പോൾ ഇന്ത്യയുടെ വിദേശ നാണ്യശേഖരം അഥവാ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് നമ്മുടെ റിസർവ് ബാങ്ക് കൈകാര്യം ചെയ്യുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ബാങ്കറായി പ്രവർത്തിക്കുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ബാങ്കറായിട്ട് പ്രവർത്തിക്കുന്നു. പണപ്പെരുപ്പ് നിയന്ത്രിക്കുന്നതിനായി റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ് എന്നിവ നിശ്ചയിക്കുന്നു. അപ്പോൾ പണപ്പെരുപ്പ് നിയന്ത്രിക്കുന്നതിനായി നമ്മുടെ റിസർവ് ബാങ്ക് റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ് എന്നിവ നിശ്ചയിക്കുന്നു. അതുപോലെ തന്നെ പഠിച്ചു വെക്കണം. കറണ്ട് അഫയേഴ്സ് പോയിന്റ് ആണ്, പഠിച്ചു വെക്കണം. നിലവിലെ നമ്മുടെ റിസർവ് ബാങ്കിന്റെ റിപ്പോ നിരക്ക് അഥവാ റിപ്പോ റേറ്റ് എത്രയാണ്? 5.25% നിലവിലെ റിപ്പോ നിരക്ക് വരുന്നത്. അതുപോലെ തന്നെ നിലവിലെ റിവേഴ്സ് റിപ്പോ റേറ്റ് എത്രയാണ്? 3.35% ഒരു മാർക്ക് പ്രതീക്ഷിക്കാം കേട്ടോ പരീക്ഷയ്ക്ക്. അപ്പോൾ പഠിച്ചു വെക്കണേ. നിലവിലെ റിപ്പോ റേറ്റ് എത്രയാണ്? 5.25%. നിലവിലെ റിവേഴ്സ് റിപ്പോ റേറ്റ് 3.35%. ഇനി നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചിഹ്നം എന്ന് പറഞ്ഞാൽ പുലിയും പനമരമാണ്. ടൈഗർ ആൻഡ് പാം ട്രീ ആണ് ഇതിന്റെ ചിഹ്നമായിട്ട് വരുന്നത്. അതുപോലെ തന്നെ റിസർവ് ബാങ്കിന്റെ സാമ്പത്തിക വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. റിസർവ് ബാങ്കിന്റെ സാമ്പത്തിക വർഷം എന്ന് മുതലാണ്? ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, GSTക്ക് കീഴിലുള്ള ഇറക്കുമതിക്ക് താഴെ പറയുന്ന നികുതികളിൽ ഏതാണ് ചുമത്തുക എന്നുള്ളത്. GSTക്ക് കീഴിലുള്ള ഇറക്കുമതിക്ക് ഏത് നികുതിയാണ് ചുമത്തുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ആണ്, IGST ആണ് കേട്ടോ. IGST എന്താണ്? ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ആണ്. IGST എന്താണ്? ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ആണ്. അഥവാ അന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യയിലേക്ക് സാധനങ്ങളോ സേവനങ്ങളോ ഇറക്കുമതി ചെയ്യുമ്പോൾ അത് സംസ്ഥാനാന്തര അഥവാ ഇന്റർസ്റ്റേറ്റ് സപ്ലൈ ആയി കണക്കാക്കുന്നു. അപ്പോൾ പഠിച്ചു വെക്കണം. IGST എന്താണ്? ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലേക്ക് സാധനങ്ങളോ സേവനങ്ങളോ ഇറക്കുമതി ചെയ്യുമ്പോൾ അത് സംസ്ഥാനാന്തര വിതരണമായി അഥവാ ഇന്റർസ്റ്റേറ്റ് സപ്ലൈ ആയി കണക്കാക്കുന്നു. അതിനാൽ ഇറക്കുമതി സമയത്ത് കസ്റ്റംസ് ഡ്യൂട്ടിക്ക് പുറമെ IGST ആണ് ഈടാക്കുന്നത് കേട്ടോ. അപ്പം ഇറക്കുമതി സമയത്ത് കസ്റ്റംസ് ഡ്യൂട്ടിക്ക് പുറമെ IGST ആണ് ഈടാക്കുന്നത്. ഇനി നമുക്ക് CGST അഥവാ SGST എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചുമേ പഠിച്ചാണ്. എന്താണ്? സെൻട്രൽ GST, സ്റ്റേറ്റ് GST. അതായത് ഒരു സംസ്ഥാനത്തിനകത്ത് ഇൻട്രാ സ്റ്റേറ്റ് നടക്കുന്ന കച്ചവടങ്ങൾക്കാണ് ഇവ ചുമത്തുന്നത് കേട്ടോ. നമ്മുടെ സംസ്ഥാനം അതായത് നമ്മുടെ കേരളത്തിനകത്തൊക്കെ നടക്കുന്ന കച്ചവടങ്ങൾക്കാണ് CGSTയും SGSTയും കൂട്ടുന്നത് കേട്ടോ. അതാണ് പറയുന്നത് ഒരു സംസ്ഥാനത്തിനകത്ത് ഇൻട്രാ സ്റ്റേറ്റ് നടക്കുന്ന കച്ചവടങ്ങൾക്കാണ് CGST, SGST ചുമത്തുന്നത്. ഇതിൽ കേന്ദ്ര വിഹിതത്തെ CGST എന്നും സംസ്ഥാന വിഹിതത്തെ SGST എന്നാണ് അറിയപ്പെടുന്നത്. ഇനി നമ്മുടെ UTGST ആണ്. UTGST ആ പേര് കേൾക്കുമ്പോഴേ അറിയാം എന്താണ്? യൂണിയൻ ടെറിട്ടറി GST ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര ഭരണ പ്രദേശങ്ങൾക്കുള്ളിൽ നടത്തുന്ന കച്ചവടങ്ങൾക്കാണ് യൂണിയൻ ടെറിട്ടറി GST ചുമത്തുന്നത് കേട്ടോ. അപ്പോൾ UTGST എന്താണ്? കേന്ദ്ര ഭരണ പ്രദേശങ്ങൾക്കുള്ളിൽ നടക്കുന്ന കച്ചവടങ്ങൾക്കാണ് യൂണിയൻ ടെറിട്ടറി GST ചുമത്തുന്നത്. ക്ലിയർ ആണ്? അടുത്ത ചോദ്യം ഫലപ്രദമായ റവന്യൂ കമ്മി ERD എന്താണ് എന്നുള്ളതാണ്.
ചോദിച്ചിരിക്കുന്നത്. ഫലപ്രദമായിട്ടുള്ള റവന്യൂ കമ്മി ഏതിന് തുല്യമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതിന് തുല്യമാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. റവന്യൂ കമ്മി മൈനസ് മൂലധന ആസ്തികൾ സൃഷ്ടിക്കുന്നതിനുള്ള ഗ്രാന്റ് ഇൻ എയ്ഡിന് തുല്യമാണ് കേട്ടോ. അപ്പോൾ ഫലപ്രദമായിട്ടുള്ള റവന്യൂ കമ്മി ഏതിന് തുല്യമാണ്? റവന്യൂ കമ്മി മൈനസ് മൂലധന ആസ്തികൾ സൃഷ്ടിക്കുന്നതിനുള്ള ഗ്രാന്റ് ഇൻ എയ്ഡിന് തുല്യമാണ് കേട്ടോ. അപ്പോൾ എന്താണ് റവന്യൂ കമ്മി? റവന്യൂ കമ്മി എന്ന് പറഞ്ഞാൽ അഥവാ റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് നമുക്ക് പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്, പരീക്ഷയ്ക്ക് ചോദിക്കും. എന്താണ് റവന്യൂ കമ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സർക്കാരിന്റെ ആകെ റവന്യൂ വരുമാനവും റവന്യൂ ചെലവും തമ്മിലുള്ള വ്യത്യാസമാണ്. പഠിച്ചു വെക്കണേ. റവന്യൂ കമ്മി അഥവാ റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സർക്കാരിന്റെ ആകെ റവന്യൂ വരുമാനവും റവന്യൂ ചെലവും തമ്മിലുള്ള വ്യത്യാസമാണ് റവന്യൂ കമ്മി എന്ന് പറയുന്നത്. ഇനി ഫലപ്രദമായ റവന്യൂ കമ്മി അഥവാ എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് അഥവാ ERD എന്ന് പറഞ്ഞാൽ എന്താണ്? ഫലപ്രദമായ റവന്യൂ കമ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്കും മറ്റു സ്ഥാപനങ്ങൾക്കും നൽകുന്ന ഗ്രാന്റുകളിൽ ചിലത് റോഡുകൾ, പാലങ്ങൾ തുടങ്ങിയ മൂലധന ആസ്തികൾ നിർമ്മിക്കാനാണ് ഉപയോഗിക്കുന്നത്. സാങ്കേതികമായി ഇവ റവന്യൂ ചെലവിലാണെങ്കിലും യഥാർത്ഥത്തിൽ രാജ്യത്തിന് ആസ്തികൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ ആസ്തി നിർമ്മാണത്തിനുള്ള തുക റവന്യൂ കമ്മിയിൽ നിന്ന് കുറയ്ക്കുമ്പോൾ ലഭിക്കുന്നതാണ് ഫലപ്രദമായ റവന്യൂ കമ്മി. ഇപ്പോൾ ഒരു കൺഫ്യൂഷൻ ആയി കാണും. അപ്പോൾ ഞാൻ ഇക്വേഷൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഫലപ്രദമായിട്ടുള്ള റവന്യൂ കമ്മി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ റവന്യൂ കമ്മി മൈനസ് മൂലധന ആസ്തികൾക്കായിട്ടുള്ള സഹായ ഗ്രാന്റുകളാണ്. അപ്പം റവന്യൂ കമ്മിയിൽ നിന്ന് മൂലധന ആസ്തികൾക്കായിട്ടുള്ള സഹായ ഗ്രാന്റുകൾ മൈനസ് ചെയ്താൽ ഫലപ്രദമായിട്ടുള്ള റവന്യൂ കമ്മി കിട്ടും. അപ്പം ഞാൻ ഒന്നുകൂടെ പറയാം, ഇപ്പോഴേ പഠിച്ചു പോകണം. റവന്യൂ കമ്മി അഥവാ റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിന്റെ ആകെ റവന്യൂ വരുമാനവും റവന്യൂ ചെലവും തമ്മിലുള്ള വ്യത്യാസമാണ് റവന്യൂ കമ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നമ്മൾ ഫലപ്രദമായിട്ടുള്ള റവന്യൂ കമ്മി അഥവാ ഈ എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് ERD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫലപ്രദമായിട്ടുള്ള റവന്യൂ കമ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റവന്യൂ കമ്മിയും അതുപോലെ തന്നെ മൂലധന ആസ്തികൾക്കുള്ള സഹായ ഗ്രാന്റുകളും തമ്മിലുള്ള വ്യത്യാസമാണ് കേട്ടോ. അപ്പോൾ റവന്യൂ കമ്മി മൈനസ് മൂലധന ആസ്തികൾക്കായിട്ടുള്ള സഹായ ഗ്രാന്റുകളാണ് ഫലപ്രദമായിട്ടുള്ള റവന്യൂ കമ്മിയുടെ ഇക്വേഷൻ ആയിട്ട് വരുന്നത്. ക്ലിയർ ആണ്? അതുപോലെ തന്നെ ഇന്ത്യയിൽ 2011-12 കേന്ദ്ര ബജറ്റിലാണ് ഫലപ്രദമായ റവന്യൂ കമ്മി എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് കേട്ടോ. അപ്പോൾ അതുകൂടെ ഒന്ന് പഠിച്ചു വെക്കണേ. പരീക്ഷയ്ക്ക് ചോദിക്കാം, ഇന്ത്യയിൽ എന്നാണ് ഫലപ്രദമായിട്ടുള്ള റവന്യൂ കമ്മി എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചതെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. എന്നാണ്? ഇന്ത്യയിൽ 2011-12 കേന്ദ്ര ബജറ്റിലാണ് ഫലപ്രദമായ റവന്യൂ കമ്മി എന്ന ആശയം ആദ്യമായിട്ട് അവതരിപ്പിച്ചത്. 2012-13 മുതൽ ഇത് ഔദ്യോഗികമായി കണക്കാക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ 2012-13 മുതൽ ഇത് ഔദ്യോഗികമായി കണക്കാക്കാൻ തുടങ്ങി. എന്താണ് ഫലപ്രദമായിട്ടുള്ള റവന്യൂ കമ്മി എന്ന് പറഞ്ഞാൽ? റവന്യൂ കമ്മി മൈനസ് മൂലധന ആസ്തികൾക്കായിട്ടുള്ള സഹായ ഗ്രാന്റുകളാണ് കേട്ടോ. അതുപോലെ തന്നെ ധനക്കമ്മി എന്താണ്? ധനക്കമ്മി നമ്മൾ പഠിച്ചതാണ്. എന്താണ് ഫിസ്ക്കൽ ഡെഫിസിറ്റ്? എന്താണ്? സർക്കാരിന്റെ ആകെ വരുമാനവും കടമെടുപ്പ് ഒഴികെയായിട്ടുള്ള സർക്കാരിന്റെ ആകെ വരുമാനവും മൈനസ് എന്താണ് ആകെ ചെലവും തമ്മിലുള്ള വ്യത്യാസമാണ് ധനക്കമ്മി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രാഥമിക കമ്മി അഥവാ പ്രൈമറി ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ ധനക്കമ്മിയിൽ നിന്ന് പലിശ തിരിച്ചടവ് കുറയ്ക്കുമ്പോൾ ലഭിക്കുന്നതാണ്. ധനക്കമ്മിയിൽ നിന്ന് പലിശ തിരിച്ചടവ് കുറയ്ക്കുമ്പോൾ ലഭിക്കുന്നതാണ് പ്രാഥമിക കമ്മി എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2024 സാമ്പത്തിക സർവേയുടെ ബദലാണ് ദ ഇന്ത്യൻ എക്കണോമി എ റിവ്യൂ എന്ന തലക്കെട്ടിലുള്ള റിപ്പോർട്ട് എഴുതിയത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. വി ആനന്ദ നാഗേശ്വരനാണ് കേട്ടോ. അപ്പോൾ പഠിച്ചു വെക്കണം. 2024 സാമ്പത്തിക സർവേയുടെ ബദലാണ് ദ ഇന്ത്യൻ എക്കണോമി എ റിവ്യൂ എന്ന തലക്കെട്ടിലുള്ള റിപ്പോർട്ട് എഴുതിയത് ആരാണ്? വി ആനന്ദ നാഗേശ്വരനാണ്. ഇനി നമുക്ക് ഈ ഒരു റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ, സാധാരണയായി ബജറ്റിന് മുന്നോടിയായി അവതരിപ്പിക്കാറുള്ള എക്കണോമിക് സർവേക്ക് പകരം 2024 കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ റിപ്പോർട്ടാണ് ദ ഇന്ത്യൻ എക്കണോമി എ റിവ്യൂ എന്ന വി ആനന്ദ നാഗേശ്വരന്റെ പുസ്തകം. ആരാണ് ഈ വി ആനന്ദ നാഗേശ്വരൻ എന്ന് പരീക്ഷയ്ക്ക് ഇനി റിലേറ്റ് ചെയ്ത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. വി ആനന്ദ നാഗേശ്വരൻ ആരാണ്? ഇദ്ദേഹം ഇന്ത്യയുടെ നിലവിലെ മുഖ്യ സാമ്പത്തിക ഉപദേശകനാണ് കേട്ടോ. അപ്പോൾ ഇന്ത്യയുടെ നിലവിലെ മുഖ്യ സാമ്പത്തിക ഉപദേശകനാണ് വി ആനന്ദ നാഗേശ്വരൻ എന്ന് പറയുന്നത്. അഥവാ ചീഫ് എക്കണോമിക് അഡ്വൈസർ ആണ്, CEA എന്ന് പറയും. ചീഫ് എക്കണോമിക് അഡ്വൈസർ ആണ് വി ആനന്ദ നാഗേശ്വരൻ. ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയത്. അതായത് ഈ ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ ഇടയായിട്ടുള്ള സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2024 ഒരു തെരഞ്ഞെടുപ്പ് വർഷമായതിനാലാണ് പൂർണ്ണ രൂപത്തിലുള്ള സാമ്പത്തിക സർവേക്ക് പകരം ഈ അവലോകന റിപ്പോർട്ട് സമർപ്പിച്ചത്. സാധാരണയായി
തെരഞ്ഞെടുപ്പ് വർഷങ്ങളിൽ ഇടക്കാല ബജറ്റാണ് അവതരിപ്പിക്കാറുള്ളത് കേട്ടോ, അതുകൂടെ ഒന്ന് അറിഞ്ഞിരിക്കണേ. അപ്പോൾ എന്താണ് നമ്മുടെ ഒരു തെരഞ്ഞെടുപ്പ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നില്ലേ, ആ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കൊണ്ട് മാത്രം ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ഒരു സാമ്പത്തിക സർവേക്ക് പകരമായിട്ട് ഇന്ത്യൻ എക്കണോമി റിവ്യൂ എന്ന തലക്കെട്ടിലുള്ള റിപ്പോർട്ട് തയ്യാറാക്കിയത്. അത് ആരാണ് തയ്യാറാക്കിയത്? വി ആനന്ദ നാഗേശ്വരനാണ്. വി ആനന്ദ നാഗേശ്വരൻ ആരാണ്? നിലവിലെ ഇന്ത്യയുടെ മുഖ്യ സാമ്പത്തിക ഉപദേശകനാണ്, ചീഫ് എക്കണോമിക് അഡ്വൈസറാണ് വി ആനന്ദ നാഗേശ്വരൻ വരുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുതേ. അതോടൊപ്പം തന്നെ മാക്സിമം നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്താൽ ഇനി ഇതുപോലെ വരുന്ന PYQ റിവിഷൻ ക്ലാസ്സസ് ബാക്കി സബ്ജക്റ്റിനോട് നമ്മൾ ചെയ്യുന്നതാണ്. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ബാക്കി കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. അപ്പം ഇത്രയുമാണ് നമുക്ക് നിങ്ങൾക്ക് മുമ്പിൽ പറയാനുള്ളത്. അപ്പോൾ പുതിയൊരു ക്ലാസ്സുമായിട്ട് ഉടനെ തന്നെ നമ്മൾ എത്തുന്നതാണ്. അപ്പോൾ ക്ലാസ് അവസാനം വരെ കണ്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും